അടിമകളായ നമ്മൾ ഉടമസ്ഥനായ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് അവനോട് നിരന്തരം ചോദിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം അമലാണ്. അമലിന് ശേഷം, പ്രവർത്തനത്തിന് ശേഷം പ്രാർത്ഥനയാണ്. നമ്മളൊന്നും ചെയ്യാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കില്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ചോദിക്കുക. അത് പ്രവർത്തനമാണെങ്കിലും പോരാട്ടമാണെങ്കിലും നമ്മുടെ ഭാഗം ക്ലിയർ ആവണം. അതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു പോരാട്ടത്തിന് വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി എന്ത് പ്രവർത്തനമാണ് ചെയ്തത്, അതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രാർത്ഥന സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അള്ളാഹു തീരുമാനിക്കുക. നമ്മളിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ലോകത്ത് നടക്കണില്ല. നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്ന സമരങ്ങൾ 5, 6, 7 ലക്ഷമൊക്കെ മാസം സാലറി വാങ്ങുന്ന ആളുകളത് നിരസിച്ചിട്ട് വെയിലും മഴയും കൊള്ളാൻ തയ്യാറായി വന്നവരാണ്. അതൊരു ത്യാഗമാണ്. അങ്ങനെ ഒരു കോഴ്സിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ പ്രാർത്ഥന വാല്യബിളാവും. നമ്മളുടെ ലക്ഷ്യം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു എന്നത് പ്രാർത്ഥന സ്വീകരിക്കാനുള്ളൊരു ഉപാധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ പോരാട്ട സന്ദർഭത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കണ്ടിട്ട് ഏറ്റവും അടുത്ത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. പ്രാർത്ഥന കണ്ടിട്ട് കരഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അള്ളാഹു നമ്മളല്ലാതെ വേറെ ആരാണ് സഹായിക്കുക? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം കണ്ണീര് കൊണ്ട് നനഞ്ഞിരുന്നു എന്നാണ്. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. വമാ റമൈത ഇദ് റമൈത വലകിന്നല്ലാഹ റമ. നീയല്ല യുദ്ധം ചെയ്തത്, ഞാനാണ്. നീയെല്ലാം പോരാട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഞാനാണ്. ആ അവസ്ഥയിലേക്ക് വിശ്വാസിയുടെ ഒരു കാര്യം അള്ളാഹു ഏറ്റെടുക്കാൻ നിമിത്തമാകുന്ന ഭൂമിയിൽ ഒരേറ്റ ഔഷധമേ ഉള്ളൂ. അതിനാണ് നമ്മൾ ദുആ, പ്രാർത്ഥന എന്ന് പറയും. അതുകൊണ്ടാണ് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. 4 കാര്യങ്ങളിൽ പടച്ച തമ്പുരാൻ വൺ വേ പരിപാടിയില്ല. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. അതിലൊന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും. ചോദിച്ചാൽ തരാം. ചോദിക്കാതെ കണ്ടറിഞ്ഞ് പടച്ച തമ്പുരാൻ കൊടുക്കാമായിരുന്നെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? പ്രവാചകന്മാർക്ക് കൊടുക്കണം. ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നല്ലൊരു ഭാഗം അവരുടെ പ്രാർത്ഥന ഉദ്ധരിക്കണം. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഅൽഹിഖ്നി ബിസ്സാലിഹീൻ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതൊക്കെ എന്തിനാണ് നമ്മളോട് പറയണത്? ഇവരൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയത് ചോദിച്ചിട്ട് കൊടുത്തതാണ് എന്ന് പറയാൻ വേണ്ടിയാണ്.
അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അമ്പിയാക്കളാണ്. അമ്പിയാക്കൾക്ക് അള്ളാഹു ഒരു കാര്യം സാധിച്ചു കൊടുത്തത് അവർ ചോദിച്ചിട്ടാണ്. ഇത് പറയാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അള്ളാഹു ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത് ചോദിച്ചാൽ ഞാൻ തരാമെന്നാണ്. ഇതാ ദഅഅക്കും ഇതാ ദഅഅനി, നിങ്ങൾ എന്നെ വിളിച്ചാൽ വദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അപ്പോൾ ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനം അതാണ്. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട്. ഒരു വൺ വേ പരിപാടിയില്ല. ചോദിച്ചാൽ അള്ളാഹു തരും.